മേനക ഒരു പട്ടണത്തിൽ താമസിച്ചു. അവൾക്ക് ഒരു മകനുണ്ട്. അവന്റെ പേര് വൈഭവ് എന്നാണ്. വൈഭവിന്റെ വിവാഹം ആർഭാടകരമായി നടന്നു. വിവാഹം കഴിഞ്ഞ് 2 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്കൊരു കുട്ടിയുണ്ടായില്ല. വൈഭവ്, മിഷു ശർമ്മ എന്നോട് പറഞ്ഞു, അത്ഭുത സിദ്ധിയുള്ള ഒരു ഗർഭിണി നദിക്കക്കരയുണ്ട്. അവിടെ ചെന്നാൽ മലടികളായ സ്ത്രീകൾ ഗർഭം ധരിക്കുമത്രേ. ശരിയമ്മേ, നമുക്ക് ഇന്ന് തന്നെ കുഷിയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാം. മേനക തന്റെ മകനെയും മരുമകളെയും കൂട്ടിക്കൊണ്ട് നദിക്കക്കരെ താമസിക്കുന്ന ഗർഭിണിയുടെ വീട്ടിലെത്തി. ഗർഭിണിയെ കണ്ട ഉടൻ മേനകയ്ക്ക് ബോധം കെട്ടതുപോലെ തോന്നി. നിങ്ങൾ 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 വൈഭവ് ഒരു നല്ല കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. ഗ്രാമത്തിൽ വസിച്ചിരുന്ന കാംനയെയാണ് അയാൾ വിവാഹം കഴിച്ചത്. കാംന കാഴ്ചയ്ക്ക് സുന്ദരിയല്ലായിരുന്നു, തടിയും കൂടിയിരുന്നു. പക്ഷെ പേരക്കുട്ടി ഗ്രാമത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കണമെന്ന് മുത്തശ്ശൻ ആഗ്രഹിച്ചു. നിന്റെ മുത്തശ്ശന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഒരു ഗ്രാമീണ പെൺകുട്ടിയെ തിരഞ്ഞെടുത്തത്. ഇല്ലെങ്കിൽ ഞാൻ എന്നെപ്പോലെ പട്ടണത്തിലെ ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുമായിരുന്നു. അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കലേ, അവള് തെറ്റിദ്ധരിക്കും. അവള് കേട്ടാൽ എനിക്കെന്താ? എനിക്ക് അവളെ പേടിയൊന്നുമില്ല. ഒരു ജോലിയും ചെയ്യാൻ അറിയില്ല, കാണാനും കൊള്ളില്ല, ബുദ്ധിയുമില്ല. അമ്മ, ഞാൻ അവൾക്ക് സപ്പോർട്ട് ചെയ്തൊന്നും അല്ല. അവൾക്ക് ഒരു ജോലിയും ചെയ്യാൻ അറിയില്ല. എന്നാൽ ഇവിടെ താമസിക്കാൻ ഞാൻ പെർമിഷൻ തരുന്നു. പക്ഷേ അവൾ പ്രസവിക്കണം. അമ്മേ, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയോ? ശരി, ഞാൻ ഓഫീസിലേക്ക് പോവാ. വൈഭവ് ഓഫീസിലേക്ക് പോയി. കാംന അമ്മായി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മയ്ക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? അതെ, എന്നെ അമ്മയെന്ന് വിളിക്കണ്ട. ഞാനിപ്പോഴും ചെറുപ്പം തന്നെയാ. അത് മാത്രമല്ല, എനിക്ക് കഴിക്കാൻ എന്താ വേണ്ടതെന്ന് നീ ചോദിക്കരുത്. കാരണം എനിക്ക് ഭക്ഷണമല്ല, ഒരു കുഞ്ഞിനെയാണ് വേണ്ടത്. പെട്ടെന്ന് ഞാനൊരു കുഞ്ഞിനെ എവിടെ നിന്ന് കൊണ്ടുവരും? അതൊന്നും എനിക്കറിയണ്ട. കുഞ്ഞിന് കളിപ്പാട്ടങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. കാംന ഒന്നും മിണ്ടാതെ അവളുടെ മുറിയിലേക്ക് പോയി. ഇങ്ങനെ ഏതാനും ദിവസങ്ങൾ കടന്നുപോയി. 3 മാസത്തിനു ശേഷം മേനക ദേഷ്യത്തോടെ സോഫയിൽ ഇരിക്കുകയായിരുന്നു. വൈഭവ് ഓഫീസിലേക്ക് പോകാൻ തയ്യാറായിക്കൊണ്ടിരുന്നു. വൈഭവ്, നീ ഇന്ന് ഓഫീസിലേക്ക് ലേറ്റായിട്ട് പോയാൽ മതി. എന്താ അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്ന് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അത് മാത്രമല്ല, ഇന്ന് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും തീരുമാനിക്കാനുണ്ട്. പറഞ്ഞോളൂ അമ്മേ. നീ കാംനയെ വിളിക്ക്. കാംനയും അവിടെ എത്തി. കാംന, നിന്റെ പേര് മാത്രമേ കാംന എന്നുള്ളൂ. ബാക്കി ഒന്നിനും കൊള്ളില്ല, കാണാനും കൊള്ളില്ല, തീരെ ബുദ്ധിയുമില്ല നിനക്ക്. എന്നിട്ട് ഞാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു. ഞങ്ങൾ എത്ര ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരാണെന്ന് നിനക്ക് അറിയാമല്ലോ. ഞാൻ എത്ര മോഡേൺ ആണ്, കാണാനും സുന്ദരിയാണ്. എന്നിട്ട് പോലും ഞാൻ നിന്റെ മരുമകളായി ഈ വീട്ടിൽ സ്വീകരിച്ചു. അതിനിപ്പോ എന്താ അമ്മ സംഭവിച്ചത്? രാവിലെ തന്നെ ഈ കാര്യം പറയാൻ വേണ്ടിയാണോ അമ്മ എന്നെ ഓഫീസിൽ പോകാൻ നേരത്തെ പിടിച്ചു നിർത്തിയത്? ഞാൻ ഇവൾക്ക് 3 മാസം സമയം കൊടുത്തിരുന്നു എനിക്കൊരു പേരക്കുട്ടിയെ പെറ്റ് തരാനായിട്ട്. പെറ്റില്ലെങ്കിലും ഒരു കുട്ടിയെ ഗർഭം ധരിക്കാമായിരുന്നു. അതുകൊണ്ട് ഇനി ഈ വീട്ടിൽ ഇവൾ നിൽക്കാൻ പാടില്ല. അമ്മേ, ആർ യു ഓക്കേ? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അമ്മ എന്തൊക്കെ ഈ പറയുന്നെന്ന് അമ്മയ്ക്ക് വല്ല പിടുത്തമുണ്ടോ? ഞാൻ നിന്റെ അമ്മയാണ്. വെറുതെ എന്റെ തലയിൽ കയറി കൊത്താൻ വരണ്ട. വേഗം ഞാൻ പറയുന്നത് പോലെ ഡൈവേഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തതാ. ഇവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കേ. അടുത്ത വിവാഹത്തിന് ഞാൻ ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്. ഇന്ന് തന്നെ നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കും. വൈഭവ് കാംനയെ ഡൈവേഴ്സ് ചെയ്തു. അവൻ ജോലിക്ക് പുറപ്പെട്ടു. കാംന വളരെ നിഷ്കളങ്കയാണ്. അതുകൊണ്ട് അവൾ ഒന്നും മിണ്ടാതെ പുറപ്പെട്ടു. കാംന തന്റെ വീട്ടിലേക്ക് നടന്നുപോയി. പക്ഷെ അവളെ കൊണ്ട് നടക്കാനാവുന്നില്ല. അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയാൽ എന്റെ വീട്ടുകാർ എന്നെ വീണ്ടും സ്വീകരിക്കില്ല. അതുകൊണ്ട് ഗ്രാമത്തിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ നിന്ന് മരിക്കാം. എന്റെ ഭർത്താവിന് ഇന്ന് വീണ്ടും വിവാഹം നടക്കും. അപ്പോൾ എന്റെ കുടുംബക്കാർ ഈ 3 മാസവും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനി എങ്ങനെ വരാനാ? കാംന മരിക്കാൻ പ്ലാൻ ചെയ്തു. കാട്ടിലൂടെ ഒഴുകിയിരുന്ന ഒരു നദിയിലേക്ക് അവൾ ചാടി. ആ നദിയിൽ ഒരു ദേവതയുണ്ടായിരുന്നു. ദേവത അവളെ മുങ്ങിച്ചാവുന്നതിൽ നിന്ന് തടുത്തു. മനുഷ്യ സ്ത്രീയായിട്ടും നീ എന്തിനാ മരിക്കാൻ തുനിഞ്ഞത്? ഞാൻ വിവാഹം കഴിച്ചിട്ട് 3 മാസമായി. ഞാൻ ഇതുവരെ ഒരു അമ്മയായില്ല. അതുകൊണ്ട് വിവാഹമോചനം ചെയ്ത് വരികയാണ്. ഞാൻ ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം? നീ വിഷമിക്കാതിരിക്കെ. ഞാനൊരു മാന്ത്രിക ജലദേവതയാണ്. ഒരുപക്ഷെ നിനക്ക് അറിയില്ലായിരിക്കാം, ഇപ്പോൾ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ഈ അവസ്ഥയിൽ നീ വീട്ടിലേക്ക് തിരിച്ചു പോകുമോ? ഇല്ല, ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകില്ല. ഞാൻ ചാടി ചാവും. എന്നാ ശരി,
ഞാൻ നിനക്ക് ചില ശക്തികൾ തരുന്നു. അതുകൊണ്ട് നീ നിന്നെ പോലെയുള്ളവരെ ആശ്വസിപ്പിക്കുന്നതായിരിക്കും. നീ ഒരു കുടിലുണ്ടാക്കി ഇവിടെ തന്നെ ഇരിക്കേ. ആരെക്കൊണ്ടും നിനക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവില്ല. കാംന അവിടെ തന്നെ ഇരുന്നു. കുറേശ്ശെയായി അവളുടെ പ്രശസ്തി നാടെങ്ങും പരന്നു. എല്ലാവരും അവളെ മാന്ത്രിക ശക്തിയുള്ള ഗർഭിണി എന്ന് വിളിച്ചു. അവൾ എല്ലാവരെയും ചികിത്സിച്ചു. മോളെ, എനിക്ക് മാപ്പ് തരണം. നിന്റെ മുഖത്ത് നോക്കാനുള്ള ശക്തി എനിക്കില്ല. അത് സാരമില്ല. ഞാനിപ്പോ ആരുടെയും മരുമകളുമല്ല, ഭാര്യയുമല്ല. ഞാൻ സന്തോഷത്തോടെ അനുഗ്രഹിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവട്ടെ. അനുഗ്രഹം വാങ്ങിക്കൊണ്ട് 3 പേരും തിരിച്ചുപോയി. 1 വർഷത്തിനുള്ളിൽ അവരുടെ വീട്ടിൽ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. മാന്ത്രിക ശക്തിയുള്ള ഗർഭിണി ഇപ്പോഴും എല്ലാവരെയും സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. ചന്ദൻപൂരിൽ മീന എന്ന പേരുള്ള പണക്കാരി സ്ത്രീ ഉണ്ടായിരുന്നു. മീനയ്ക്ക് സ്വർണം വളരെ ഇഷ്ടമായിരുന്നു. ഏതു നേരവും അവരുടെ കയ്യിലും കഴുത്തിലും ഒരുപാട് സ്വർണം ഉണ്ടായിരുന്നു. മീനയുടെ ഭർത്താവ് ധരം നാട്ടുകാരുടെ ബാഹുബലിയായിരുന്നു. ധരം നാട്ടുകാർക്ക് പലിശയ്ക്ക് പണം കൊടുക്കുമായിരുന്നു. നാട്ടിലെ ഏതെങ്കിലും പാവപ്പെട്ടവൻ സ്വർണം പണയം വെക്കാൻ വരുമ്പോ ഇത് കണ്ട് മീനയുടെ കണ്ണുകൾ തിളങ്ങുമായിരുന്നു. ഈ മനുഷ്യൻ ഒരിക്കലും പണം തിരിച്ചു തരാതിരുന്നാ മതി. എന്തുകൊണ്ടാണ് അങ്ങനെ? അയാള് പണം തിരിച്ചു തന്നില്ലെങ്കിൽ പിന്നെ അയാളുടെ സ്വർണം മുഴുവനും നമ്മുടേതാവില്ലേ? അതിന് നമ്മുടെ കയ്യിൽ ഒരുപാട് സ്വർണവും ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഇനിയും സ്വർണം വേണം, ഒത്തിരി സ്വർണം. മീനയ്ക്ക് സ്വർണത്തോട് വല്ലാത്ത ആർത്തിയായിരുന്നു. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞ് മീനയ്ക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. കുഞ്ഞിന്റെ പേര് സ്വർണം എന്നിട്ടു. കുഞ്ഞിനെ കുട്ടിക്കാലം തൊട്ട് മീന സ്വർണ്ണാഭരണം അണിയിപ്പിക്കുമായിരുന്നു. സ്വർണ ഇപ്പൊ വലിയ കുട്ടിയായി. അവൾക്കും അമ്മയെ പോലെ സ്വർണത്തോട് ഒരുപാട് പ്രിയമായിരുന്നു. ഏതു നേരവും സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചു നടക്കുന്നത് സ്വർണയ്ക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ അമ്മയ്ക്കും മോൾക്കും ഏതു നേരം സ്വർണത്തിലായിരുന്നു കണ്ണ്. ഒരു ദിവസം ഗ്രാമത്തില് ഒരു പാവപ്പെട്ട സ്ത്രീ സ്വർണവുമായിട്ട് ധരംനെ കാണാൻ വന്നു. മോനെ, എന്റെ ഭർത്താവിന് ചികിത്സയ്ക്ക് വേണ്ടി എനിക്ക് പണം വേണം. ഈ സ്വർണമെല്ലാം വാങ്ങിച്ചിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് കുറച്ച് പണം താ. ശരി അമ്മേ. ധരം ആ പാവപ്പെട്ട സ്ത്രീയുടെ ആഭരണങ്ങൾ വാങ്ങി അവർക്ക് കുറച്ച് പണം കൊടുത്തു. ആ സ്ത്രീ അവിടുന്ന് പോയതും അമ്മയും മോളും ആ ആഭരണങ്ങൾ പരിശോധിച്ചു. എന്റെ ദൈവമേ, ഈ സ്ത്രീയുടെ കയ്യിൽ എത്ര നല്ല ആഭരണമാ! ഇത് കണ്ടില്ലേ സ്വർണ? ഈ മാലയ്ക്ക് എന്ത് ഭാരമാ! അതെ അമ്മേ, ഇതിന് നല്ല തിളക്കമുണ്ട്. ആ സ്ത്രീയോടൊപ്പം അവരുടെ ഭർത്താവും മരിക്കുന്ന നല്ലതാന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലല്ലേ ഈ ആഭരണം മുഴുവൻ നമുക്ക് കിട്ടൂ. നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും നല്ലതിനെ പറ്റി ചിന്തിക്കില്ലല്ലേ? സ്വർണം ഇത്രയും ആഗ്രഹിക്കാൻ പാടില്ല. മോളത് പറഞ്ഞെന്നല്ലേ ഉള്ളൂ, സത്യത്തിൽ നടന്നൊന്നുമില്ലല്ലോ. ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. അമ്മയുടെയും മോടെയും സ്വർണത്തോട് ഈ അത്യാഗ്രഹം കണ്ട് ധരംന് ദേഷ്യം വന്നു. ഒരു ദിവസം രാവിലെ ആ നാട്ടിൽ ഒരു സിദ്ധം വന്നു. നാട്ടുകാർ മുഴുവനും മനസ്സിലെ ആഗ്രഹം ചോദിക്കാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. ഒപ്പം ധർമ്മവും എത്തി. ഞാൻ എന്തു പറയാനാ ബാബ? എന്റെ ഭാര്യയ്ക്കും മോൾക്കും സ്വർണത്തിനോടുള്ള ആഗ്രഹം അന്തമായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അത്യാഗ്രഹത്തിന് കണ്ണും കണക്കുമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് വേണം ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചു തരാൻ. ശരി, നീ ഒരു കാര്യം ചെയ്യൂ. അവരെ രണ്ടുപേരെയും ഇവിടേക്ക് എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ധരം അയാളുടെ വീട്ടിൽ പോയി. മീന, സ്വർണ, എന്തു പറ്റി? എന്തിനാ നിലവിളിക്കുന്നേ? ഗ്രാമത്തിൽ ഒരു സിദ്ധനായ ബാബ വന്നിട്ടുണ്ട്. അദ്ദേഹം എല്ലാവരുടെയും ആഗ്രഹം നിറവേറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ വേഗം വരൂ, അദ്ദേഹം നിറവേറ്റി തരും. അതേ, വരാം. മീനയും സ്വർണയും സിദ്ധനെ കാണാൻ പോയി. നിന്റെ ആഗ്രഹം എന്താണെന്ന് പറയൂ മകളെ. എനിക്കും എന്റെ മകൾക്കും ഒരുപാട് സ്വർണം വേണം. നന്നായി ആലോചിച്ചാണോ പറയുന്നേ? അതെ. നാം നിനക്ക് ഒരുപാട് സ്വർണം തരാം, പക്ഷെ അത് വേറെ ഏതെങ്കിലും രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് നിനക്ക് അണിയാൻ കഴിയില്ല. സ്വർണം സ്വർണം തന്നെയല്ലേ? അതിപ്പോ എങ്ങനെയായാലും എന്താ? ഞാൻ അതിനെ ഒരുക്കി ആഭരണം ഉണ്ടാക്കിക്കോളാം. നിങ്ങൾ സ്വർണം മാത്രം തന്നാ മതി. ശരി, നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ.
ആ സിദ്ധൻ കുറച്ച് മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം മീനയും സ്വർണയുടെയും ദേഹത്ത് വെള്ളം തെളിച്ചു. നാളെ രാവിലെ നിങ്ങൾക്ക് ഒരുപാട് സ്വർണങ്ങൾ കിട്ടുന്നതായിരിക്കും. നന്ദിയുണ്ട്. ഞങ്ങള് നിങ്ങളോട് നന്ദി പറയുന്നു. മീനയ്ക്കും സ്വർണയ്ക്കും സന്തോഷമായി. ഇനി അവരുടെ അടുത്ത് ഒരുപാട് സ്വർണം വരാൻ പോകുമല്ലേ. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴും രണ്ടുപേരും ചിന്തിച്ചു, ഇത്രയും സ്വർണം കൊണ്ട് അവര് എന്തൊക്കെ ആഭരണം ഉണ്ടാക്കണമെന്ന്. രാവിലെ മീനയും സ്വർണയും കണ്ണു തുറന്നു നോക്കിയപ്പം അവർ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ രണ്ടുപേരും കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചപ്പം അവരെ കൊണ്ട് എണീക്കാൻ പറ്റിയതേയില്ല. അമ്മേ, അമ്മേ, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എനിക്കും പറ്റുന്നില്ല. അതെ, അതെ, ഒന്ന് എഴുന്നേക്കൂന്നേ. ധരം എഴുന്നേറ്റിരുന്നു. എന്നിട്ട് അയാൾ നോക്കിയപ്പം അമ്മയുടെയും മകളുടെയും ചെവി വലുതായിരിക്കുന്നു. അതും സ്വർണമായിരുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും ചെവി സ്വർണമായല്ലോ. എന്താ പറഞ്ഞേ? അതെ, സത്യമാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ചെവി സ്വർണമായി മാറിയിരിക്കുകയാണ്, ആനയുടെ ചെവി പോലെ. ഇപ്പൊ എല്ലാരും എന്നെ കളിയാക്കും. നീ കളിയാക്കുന്ന വീട് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല നമുക്ക്. ഈ സ്വർണ ചെവികൾക്ക് എന്തു ഭാരമാണ്. ഒരുപാട് സ്വർണം കിട്ടിയതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ തൃപ്തിയായില്ലേ? അതെ, നിങ്ങൾ പോയി ആ സിദ്ധനെ വിളിച്ചോണ്ട് വന്നേ. ഇനി അദ്ദേഹത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ശരി, ഞാൻ ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടുവരാം. ധരം ആ സിദ്ധനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. നിനക്ക് എന്താണ് പറ്റിയത് മീന? നിന്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നിറവേറിയില്ലേ? പക്ഷേ ഇങ്ങനോ? ഞങ്ങള് രണ്ടുപേരെ കൊണ്ട് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. ഇതിലെങ്ങനെയാണ് നിങ്ങളെ എനിക്ക് സഹായിക്കുവാൻ സാധിക്കുക? ഞാൻ തന്നെയല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപാട് സ്വർണം കിട്ടുമെന്ന്. അത് അണിയാൻ പറ്റുന്നതല്ലെന്നും ഞാൻ പറഞ്ഞതല്ലേ? എനിക്ക് സ്വർണം ഒന്നും വേണ്ട. ഏയ് മീന, നീ എന്താ ഈ പറയുന്നത്? നീയല്ലേ പറഞ്ഞത് നിനക്ക് ഒരുപാട് സ്വർണം വേണമെന്ന്? സ്വർണ, നിനക്കെന്താ സ്വർണ്ണ ചെവി ഇഷ്ടമായില്ലേ? ഇവിടെ ഞങ്ങളുടെ ജീവൻ പോകുമ്പോ നിങ്ങൾക്ക് തമാശയാണോ തോന്നുന്നത്? സ്വാമി, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. എന്നിട്ട് ഞങ്ങളെ പഴയതുപോലെ അങ്ങ് മാറ്റ്. ഞങ്ങൾക്ക് ഈ സ്വർണ്ണ ചെവികൾ വേണ്ട. ഞങ്ങൾക്ക് സ്വർണം തന്നെ വേണ്ട. നിങ്ങളെ ഞാനിപ്പോൾ പഴയതുപോലെ ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സ്വർണവും മാഞ്ഞു പോകും. നിങ്ങളുടെ കയ്യിൽ മുൻപുണ്ടായിരുന്നതും പോകും. ആലോചിക്കൂ. ഇങ്ങനെ ഏതു നേരം കട്ടിലേക്ക് കിടക്കുന്നേക്കാൾ നല്ലത് അത് തന്നെയാണ്. അതെ സ്വാമി, ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്ക്. ശരി, അങ്ങനെ ആവട്ടെ. സിദ്ധൻ കുറച്ച് മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ഒരിക്കൽ കൂടി അവരുടെ ദേഹത്ത് വെള്ളം തെളിച്ചു. പെട്ടെന്ന് അവരുടെ ചെവികൾ പഴയതുപോലായി. സ്വർണയും മീനയും ഒരുപാട് സന്തോഷിച്ചു. രണ്ടുപേരും ആ സിദ്ധന്റെ കാലുകൾ വന്ദിച്ചു. ഞങ്ങൾക്ക് മനസ്സിലായി, സ്വർണത്തോട് അത്യാഗ്രഹം നല്ലതല്ല. ഇനി ഞങ്ങൾ ഒരിക്കലും സ്വർണത്തിന്റെ പുറകെ ഓടാൻ പോകുന്നില്ല. വളരെ നല്ലത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കൂ. സിദ്ധൻ അവർ രണ്ടുപേർക്കും ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പോഴും അവര് ആ സ്വർണ ചെവികളെ കുറിച്ച് ഓർക്കുമ്പോ അങ്ങ് പേടിച്ചു വിറയ്ക്കും.